ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ പ്രശ്നം പരിഹരിച്ചതായി സർക്കാർ ഹൈക്കോടതിയിൽ സർക്കുലർ പുതുക്കിയതായും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. പുതിയതായി സർക്കുലർ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഹർജി അടുത്ത മാസം 3 മാറ്റി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് സർക്കുലറിൽ മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്? ഇപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നതായി വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. വാഹനങ്ങളുടെ പരിഷ്കരണം സംബന്ധിച്ച് ക്ലച്ച്, ഗിയർ തുടങ്ങിയ സംവിധാനങ്ങളിലും കാലപ്പഴക്കത്തിലുമൊക്കെ ഇപ്പോഴും ആ ഒരു അവ്യക്തത നിലനിൽക്കുന്നുവെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ നൽകുന്ന പരാതി. അതെ ഉമേഷ്, നിലവിൽ പ്രതിഷേധം തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരുടെ ഹർജി എത്തിയത്. നേരത്തെ ഈ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം കോടതി നിരാകരിച്ച ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് സർക്കുലർ പരിഷ്കരിച്ചിട്ടുണ്ട്, ചില തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്, പ്രശ്നം പരിഹരിച്ചു എന്നുള്ള ഒരു നിലപാടാണ് സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞിട്ടുള്ളത് ഇതിൽ വ്യക്തത വരുത്തണമെങ്കിൽ ആ പുതിയ സർക്കുലറിന്റെ കോപ്പി അത് ഹാജരാക്കണം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നിലവിൽ സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വരുന്ന 3-ാം തീയതി, അടുത്ത മാസം 3-ന് ഹൈക്കോടതി ഈ ഹർജി വിശദമായിട്ട് പരിഗണിക്കും. അതിനു മുൻപ് തന്നെ ഈ പുതുക്കിയ സർക്കുലർ അതിൽ ഏത് വിധത്തിലാണ് പരിഷ്കരണം നടത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ആ സർക്കുലറിന്റെ കോപ്പി ഹാജരാക്കിക്കൊണ്ട് വ്യക്തമാക്കുകയും വേണം. ഈ കാലപ്പഴക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലടക്കം ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ വലിയ രീതിയിലുള്ള ഉന്നയിച്ചത് മാത്രമല്ല, ഈ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം അത് ഭേദഗതി ചെയ്യുവാനോ അതിൽ തിരുത്തൽ വരുത്തുവാനോ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നുള്ള ഒരു വാദവും ഹൈക്കോടതിയിലെ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ ഉന്നയിച്ചിരുന്നു. ആ വാദം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അത് ഈ ചെയ്തിട്ടുള്ള സർക്കുലർ അതുപ്രകാരം ഈ മോട്ടോർ വാഹന ചട്ടം തിരുത്തിയ നടപടി അത് റദ്ദാക്കണം, അത് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. ഇതിലടക്കം വിശദമായിട്ടായിരിക്കും വരുന്ന 3-ാം തീയതി ഹൈക്കോടതി വാദം കേൾക്കുക. എന്തായാലും ഈ പരിഷ്കരണം സംബന്ധിച്ച് നിലവിൽ സർക്കാർ ഇറക്കിയിട്ടുള്ള പുതുക്കിയ ഉത്തരവ് അതിന്റെ കോപ്പിയാണ് ഇനി ഹൈക്കോടതിയിൽ ഹാജരാക്കേണ്ടത്. അത് ഏത് വിധത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് കോടതിക്ക് വ്യക്തമാകേണ്ട സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു നിർദ്ദേശം നിലവിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് രേഷ്മ, നേരത്തെ ഇറക്കിയ സർക്കുലർ പൂർണ്ണമായും പിൻവലിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചു, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് പുതുക്കിയ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ നിലവിൽ നിൽക്കുന്ന ഹർജിയിലെ ചില ആവശ്യങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുള്ള വാദവും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സർക്കുലർ രേഖാമൂലം തന്നെ ഹൈക്കോടതിയിൽ ഹാജരാക്കാനായിട്ട് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സർക്കുലറിലെ ആവശ്യങ്ങളും അല്ലെങ്കിൽ അത് ഹർജിക്കാരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടാണോ പരിഷ്കരിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും കോപ്പി ഹാജരാക്കിക്കൊണ്ട് ഹൈക്കോടതി അത് വിലയിരുത്തുക. എന്തായാലും അത് വിശദമായിട്ട് തന്നെ വാദം കേൾക്കാമെന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. ഏത് വിധത്തിലാണ് പുതുക്കിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് നിലവിൽ സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും കോടതിക്ക് മുമ്പിൽ ആ കാര്യത്തിൽ വ്യക്തത ഉടനെ തന്നെ സംസ്ഥാന സർക്കാരിന് വരുത്തേണ്ടിയിരിക്കുന്നു. 3-ാം തീയതിയാണ് കേസ് പരിഗണിക്കാനാണ് രേഷ്മ റിപ്പോർട്ട് ചെയ്യുന്നത്.